അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു പറയുന്നു, വറഫഅനാ ലക ദിക്റക, അങ്ങയുടെ നാമത്തെ നാം ഉയർത്തിയിരിക്കുന്നു. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ നാമം ഈ ലോകത്ത് എന്നും ഉയർന്നു നിൽക്കും. അത് അല്ലാഹു ഉയർത്തിയ നാമമാണ്. ആ പരിശുദ്ധമായ നാമം അല്ലാഹു ഉന്നതങ്ങളിലേക്ക് ഉയർത്തുമ്പോൾ, അവിടുത്തെ നാമം ഇവിടെ പരിശുദ്ധമായി നിലനിൽക്കുമ്പോൾ, ആ പവിത്ര സ്വഭാവങ്ങളെ ആളുകൾ ഒപ്പിയെടുക്കുമ്പോൾ, അത് നമ്മളിലൂടെ ആവാനും കൂടി നമ്മൾ പരിശ്രമിക്കണം. അവിടുത്തെ സ്വഭാവ രീതികളും അവിടുന്ന് പഠിപ്പിച്ച വിശ്വാസങ്ങളും ജീവിത ചിട്ടകളുമൊക്കെ നമ്മളിലൂടെ കൊണ്ടുവന്ന് ആ ഉയർത്തപ്പെട്ടതിൻ്റെ ആ നാമങ്ങൾ നമ്മിലൂടെ ഉയരാനുള്ള പരിശ്രമങ്ങൾ നമ്മൾ നടത്തുമ്പോൾ അതിൽ നമുക്കൊരുപാട് ഗുണങ്ങളുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു നദി ഒരു ഭൂമിയിലൂടെ ഒഴുകിപ്പോകുമ്പോൾ ആ ഭൂമിക്ക് അതിൻ്റെ ഗുണങ്ങളുണ്ട്. അവിടെ ഭൂമിയുടെ പച്ചപ്പ് കാണാൻ പറ്റും, അവിടെ കൃഷിയിടങ്ങൾ വളരുന്നത് കാണാം, നദികളെ കേന്ദ്രമാക്കി മനുഷ്യർ താമസിക്കുന്നത് കാണാം, ജനനിബിഡമാകാം. ഇങ്ങനെയൊക്കെ ഒരു ജലാശയം ഒഴുകുമ്പോൾ അതിന് ചുറ്റും ജനങ്ങൾ താമസിച്ചും മൃഗങ്ങളും പക്ഷികളും പറവകളുമൊക്കെ അതിൻ്റെ ഉപകാരം പറ്റുന്നുവെങ്കിൽ ഇത് നമുക്കൊരു ഉപമയാണ്. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ നാമങ്ങൾ നമ്മിലൂടെ ഉയർത്തപ്പെടുമ്പോൾ, ആ പുണ്യ ഹബീബിൻ്റെ ചിന്തകൾ നമ്മുടെ ചിന്തകളാകുമ്പോൾ, അവിടുത്തെ സ്വഭാവം നമ്മുടെ സ്വഭാവമാകുമ്പോൾ, അവിടുത്തെ വിശ്വാസം നമ്മുടെ വിശ്വാസമാകുമ്പോൾ നമ്മുടെ ഉള്ളിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. നമ്മളതിലൂടെ വിജയിക്കും. നമ്മുടെ ഈ ലോകവും വിജയിക്കും, പരലോകവും വിജയിക്കും. ഹബീബ് തങ്ങളുടെ നാമം നമ്മിലൂടെ ഉയർത്തപ്പെടാനുള്ള വഴികളാണ് നാം അന്വേഷിക്കേണ്ടതും കാണേണ്ടതും. അതിലൂടെയാണ് നമുക്ക് വിജയിക്കാനാവുക. അള്ളാഹു നമ്മെ ഹബീബ് തങ്ങളുടെ സ്വഭാവങ്ങളെയും അവിടുത്തെ പ്രവർത്തനങ്ങളെയും ചര്യകളെയും ഒക്കെ പിൻപറ്റി വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.